കിലോയുള്ളൂ, 16 കിലോ എന്ന് പറഞ്ഞിട്ട് 40 കിലോ ഉണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ലോഗ്. അപ്പം ഇന്നത്തെ ഒരു പെട്ടി അൺബോക്സിംഗ് ആണ്. എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്, അതുകൊണ്ട് എന്നൊക്കെ കുറച്ച് നടക്കേണ്ട ഇല്ലാതില്ല. പ്രത്യേകിച്ച് ഇവിടെ ഷാരുണ്ട്. അപ്പോൾ ഗൈസ്, നാട്ടിൽ നിന്ന് എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, മാളു. അപ്പോൾ ഓളെ പെട്ടിയാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യുന്നത്. ഇതിലങ്ങനെ കാര്യമായിട്ട് സാധനമൊന്നുമില്ല, എന്തെല്ലാം ഇല്ലെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. ഓക്ക് കുറച്ച് ക്യാമറ ശൈലി കൊണ്ടോള് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു. ഷാരുവിനെ നിർബന്ധിച്ചിനെങ്കിൽ വരട്ടില്ല, അത് നിർബന്ധിച്ചിട്ടാ. മാള് ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പോൾ മാംഗ്ലൂർ ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ദുബായ്, അങ്ങനെയാണ് വന്നത്. മാംഗ്ലൂർ ടു ബാംഗ്ലൂർ ഒക്കെ ആകെ 15 ലഗേജ് ഉണ്ടായിരുന്നു, 15 കിലോ ലഗേജും പിന്നെ 7 ഹാൻഡ് ബാഗും ഉണ്ടായിരുന്നു. പക്ഷെ ബാംഗ്ലൂർ ടു ദുബായ് ഒക്കെ 25 കിലോ ഉണ്ടായിരുന്നു. നമുക്ക് 3000 കൊടുത്ത് നമുക്ക് 5 കിലോ കൂട്ടായിരുന്നു. പക്ഷെ ഓൾ ഒറ്റയ്ക്ക് തന്നെ ഇത്ര ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ലഗേജ് കൂട്ടിയില്ല. പിന്നെ അങ്ങനെ കുറേ സാധനം കൊണ്ടുവരാനുണ്ടായില്ല. പിന്നെ ഇതിലില്ല കുറച്ച് സാധനം ഉണ്ട്. ഇതൊന്നും എൻ്റെത് മാത്രമല്ല, ഇതില്ല എല്ലാവർക്കും. ഇതിലുള്ള സാധനമെല്ലാം എനിക്ക് ഈ ശനിയാഴ്ച നമ്മൾക്ക് പൊട്ടിച്ച് തീർക്കണം. വെച്ചാൽ അത് നഷ്ടമാണ്. ഇങ്ങനെ പൊട്ടിക്കുന്നേ. ഇത് വീട്ടിൽ നിന്ന് അച്ഛനോ പറയുന്നത്. ഞാൻ പൊട്ടിച്ചിട്ട് വന്നാൽ മതിയോ? ഗൈസ്, പൊട്ടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് തുറക്കണമെങ്കിൽ താക്കോല് വേണം. ആളും ഇനി നമ്പർ ലോക്ക് ഉണ്ടെങ്കിലും ഓള് മറ്റേ ചൈ പൂട്ടിട്ടിട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. പൂട്ട് പൊട്ടിച്ചു. തുറക്കാം. ഇനിയിപ്പോൾ ഇതെന്റെ ആക്ച്വൽ റിയാക്ഷൻ. ഓ, ഇത്ര വലിയ പെട്ടിയിൽ ആകെ ഇത്ര സാധനം നമുക്ക് കാണുന്നതിൽ മൂട കാണുന്നില്ലല്ലോ. ചക്ക വറുത്തത് 1, 2, 3. ഇത് വേറെന്തോല്ലോ ചിപ്സ്. ഇത് ചക്ക ചിപ്സ് കേട്ടാ. 4 പഴത്തിന്റെ 5 ചക്ക വറുത്തലിന്റെ പാക്കറ്റാണ് കഴിച്ചിട്ടുള്ളത്. ഇത് പക്ഷെ 1 മാത്രമേ എനിക്കുള്ളൂ. ഇത് ഈ ചിപ്സ് ഒക്കെ അല്ലേ, നമുക്കിവിടെ വെക്കാം. നെക്സ്റ്റ് മുളക് പൊടി. നെക്സ്റ്റ് കുറച്ച് കുപ്പായുണ്ട്, ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റട്ടെ. ഇതിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, ബാക്കിയെല്ലാം ആളും ഹാൻഡ് ബാഗിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറേ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മേടിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ അത് സൈഡിലേക്ക് മാറ്റി. ഗൈസ്, അച്ചാർ ഇതും ഷെയറാ. എല്ലാത്തിനും ഷെയർ കൊടുക്കണം. മൂട 3 എണ്ണേ ഉള്ളൂ. 1 നമുക്ക് അരക്കഷ്ണ ഷാരുവിന്, അരക്കഷ്ണ മനുവേട്ടന്, 1 അപ്പൂന് വെക്കാൻ പറഞ്ഞു. മൂട വെച്ചെങ്കിൽ ചക്കയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനം. പുളി, കയ്പൊക്കെ കൊണ്ടാക്കാം. എണ്ണ, വെളിച്ചെണ്ണ, ഇതെല്ലാം ഷാമ്പുവും കുറച്ച് എന്തിനു പറയുന്നത്
സിറം അതിനെന്ത് പറയുന്നത് ഫേസ് സ്കിൻ കെയർ. ആ ഗൈസ് ഇത് ഷാമ്പും പിന്നെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസും. ഇതിപ്പോൾ നാട്ടിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വെച്ച് ഇത് നമുക്ക് ടിഷ്യൂ പോലെയാണ്, പക്ഷേ ഇത് നമുക്ക് റീയൂസ് ചെയ്യാം. ഒരിക്കൽ നമ്മൾ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കഴുകിയാൽ വീണ്ടും യൂസ് ചെയ്യാം. ഇത് അമ്മ മണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊടുത്തു വിട്ടേക്കാം. ഇത് മാളുവിൻ്റെ എണ്ണ. ഇനി ഇപ്പുറത്ത് ഇത് മാളുവൊക്കെ സ്നേഹത്തോടെ കൊള്ളിച്ചിട്ട് വെച്ച് ചക്കപ്പപ്പടം. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പക്ഷെ ആർക്ക് ഷെയർ കൊടുക്കാം, ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും ഇവിടെ വന്നിട്ടാൽ ബാക്കി കൊടുത്താൽ മതി. ഒന്നേക്കരുത് ഉണ്ണിയപ്പം. അപ്പൊ ഗൈസ് ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഗൈസ് ഇത്ര ഐറ്റംസേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ലഗേജ് കുറവായതുകൊണ്ട് കുറച്ച് സാധനമേ കൊണ്ടുവന്നിട്ടു. ഇതിനേക്കാളും ഐറ്റം ഉണ്ടായിരുന്നു, ഇതിനേക്കാളും സാധനം ഉണ്ടായിരുന്നു. മാങ്ങ ഉണ്ടായിന്, പഴുത്ത ചക്ക ഉണ്ടായിന്, പക്ഷെ വെയിറ്റ് കാരണം കൊണ്ടുവരാൻ പറ്റിയില്ല. ആദ്യം അതെല്ലാം വെച്ച് പാക്ക് ചെയ്തു. അപ്പോൾ ഒരു 18-19 കിലോ ആയി. ചക്ക ഒരു കഷ്ണം, പിന്നെ കുറച്ച് മാങ്ങ, അതെല്ലാം വെച്ച് പാക്ക് ചെയ്തു. പിന്നെ 15 കിലോയെ പറ്റുള്ളൂ പറഞ്ഞിട്ട് മാളും അതെല്ലാം കുറച്ചു, അച്ഛൻ അതെല്ലാം കുറച്ചിട്ട് ഇത്ര മാത്രമാക്കി. സാറിന് നമ്മൾ 2 മാസം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം എൻ്റെ ഇളയമ്മമാറും അമ്മായിയാറും അമ്മയുടെ ഒരു ഫ്രണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആക്കിയത് കേട്ടോ. അപ്പം ഞാൻ പറയുന്നതല്ലോ ഒന്നും. ഉണ്ണിയപ്പം, അമ്മായിയുടെ അച്ച, പുളി, ചക്കപ്പപ്പടം, ചക്കയുടെ ഐറ്റംസാണ് കൂടുതൽ. പുളി ചിപ്സ്, ചക്ക വറുത്തത്, മൂട, കൈപ്പക്ക കൊണ്ടാട്ടം, ഇത് മുളകുപൊടി, ചക്ക ചിപ്സ്, ഇതൊന്നും വേണ്ട കേട്ടോ. പിന്നെ എണ്ണ. ഇത്രയും ഐറ്റംസ് ആണ് മാള് കൊണ്ടുവന്നത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ. കഴിഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ആക്കി കൊടുക്കാനില്ലേ? ആരും കൊണ്ടുവന്നില്ലാന്ന് തോന്നുന്നു, എല്ലാവരും എഴുതുന്നതെന്ന് പറഞ്ഞു. ഇതെന്തിനാ എണ്ണ? ഇതൊന്ന് പൊട്ടിക്കാൻ എങ്ങനെ പൊട്ടിക്കട്ടോ, അള്ളിലിട്ടോ. ഉപ്പതിലല്ല